നമ്മൾ ഉപദ്രവിക്കും. പക്ഷേ നമ്മളൊന്നും മൈൻഡാക്കണ്ട. തേനീച്ചയുടെ കുത്തും കടിയെ കിട്ടിയാലാണ് നമുക്ക് നല്ല തേന് കിട്ടുകയുള്ളൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഷാഫിയാണ് വയനാട്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ നിലമ്പൂരിലെ സൈറ്റിലാണ് കേട്ടോ. ഒരു സൈറ്റിലെ വർക്ക് അവസാനിച്ചു, മറ്റൊരു സൈഡിലേക്ക് നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും കൂടിയിട്ട് തേനെടുക്കാൻ വേണ്ടി പോവുകയാണ്. തേനെടുക്കുന്നത് മുതൽ തേൻ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇത് വെറും തേനല്ല, ശുദ്ധമായ ചെറുതേന്. കയ്യിൽ 71. ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മള് വണ്ടിയിൽ കയറ്റി വെച്ച് നമുക്കുള്ള ഫുഡും കാര്യങ്ങളും തേനീച്ചക്കുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ സൈഡിലേക്ക് പോവുകയാണ്. സൈറ്റിൽ നമ്മൾ ഈ വർഷം നമ്മൾ പുതിയ സെറ്റ് പിരിച്ചു വെച്ച പുതിയ കോളനികളുണ്ട്. അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം അത് തുറന്നു നോക്കി. കുഴപ്പമില്ല, തേൻ ഓക്കെ ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ തേനീച്ച മുട്ടയും കാര്യങ്ങളും ഉണ്ട്. ആ മുകളിൽ തന്നെ വലിയ രൂപത്തിൽ കാണുന്നതാണ് നമ്മളെ റാണി. കാണുന്നുണ്ടോ? ഇതാണ് റാണി ഈച്ച. അപ്പോൾ നമുക്ക് എന്താകണം, ഇതിൽ നിന്ന് തേനെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഇത് അടുത്ത വർഷം റെഡിയാവും. പുതിയ കൂട് നമുക്ക് തുറന്നു നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കൂടാണ്. വൻതേനീച്ചപ്പെട്ടിയിൽ നമ്മൾ ചെറുതേനീച്ച വളർത്തുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷണാടിസ്ഥാനം മാത്രമല്ല, നല്ല രീതിയിൽ നമുക്കിത് വിളവ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ വൻതേനീച്ചപ്പെട്ടിയിൽ ചെറുതേനീച്ച വളർത്തുന്നുണ്ട്. അത് വിജയകരമായിട്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതും. നല്ല രീതിയിൽ നമുക്ക് തേൻ കിട്ടാറുണ്ട്. കാരണം വർഷത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ചെറുതേൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തരക്കേടില്ലാത്ത രീതിയിൽ എന്താക്കുന്നുണ്ട്, നമുക്ക് ചെറുതേന് കിട്ടുന്നുണ്ട്. നമ്മൾ ചെറുതേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ടയുടെ ഉള്ളിലോ ഒക്കെ ആയിട്ടാണ് എന്താക്കുക, റാണി ഈച്ച ഉണ്ടാവുക. ഒരിക്കലും പറക്കാൻ പറ്റാത്ത ഈച്ച ആയതുകൊണ്ട് അതിന് നമ്മൾ വളരെ രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം റാണി ഈച്ചയെ മാറ്റി വെക്കാൻ. റാണി ഈച്ച കിട്ടിയാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, നമ്മൾ തേൻ എടുക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളെല്ലാവരും തേന് വെട്ടിയെടുക്കുമ്പോൾ യാദൃശ്യമായിട്ട് ഈച്ചയുടെ മേത്ത് പോകാം, ചിലപ്പോൾ ഈച്ച ചത്തു പോകാം, പിന്നെ നമുക്കൊരു കൂട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റാണി ഈച്ച ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കി റാണിയെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്താക്കണം, തേന് ഫുള്ള് കട്ട് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി കൂട്ടിൽ വേറെ തേനൊന്നും വെക്കാതെ ആ തേനുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ തേനൊക്കെ ഒപ്പിയെടുത്ത് കൂട് നല്ല രീതിയിൽ അടുത്തൊരു കൂട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ശുദ്ധമായ അമൃതാണ് ചെറുതേന്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് വ്യാജ തേനുകൾ വാങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തേന് വാങ്ങുമ്പം യഥാർത്ഥ ഒരു കർഷകരിൽ നിന്ന് നമ്മൾ എന്താക്കുക, തേന് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇതുപോലുള്ള തേനീച്ചപ്പെട്ടികൾ വാങ്ങി വളർത്തുക. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലോ നിങ്ങളെ വീടിന്റെ പരിസരത്തോ ഗാർഡനിലൊക്കെ നല്ല രീതിയിൽ ചെറുതേനീച്ചയുടെ ബോക്സുകൾ വന്ന് സെറ്റ് ചെയ്ത് തരും. കേരളത്തിൽ എവിടെയും നമുക്ക് വന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തു തരുന്നുമുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ വീടിന്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തോ ടെറസിന്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഈച്ചയാണ് ചെറുതേനീച്ച. കാരണം ചെറുതേനീച്ച നമ്മളെ കുത്തുകയൊന്നുമില്ല, നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏത് കുട്ടികൾക്കും നമുക്ക് എന്താകാം, കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ശുദ്ധമായ അമൃത് ചെറുതേന് ഒരു മായവും കലരാതെ, ഒരു മായവും കലർത്താതെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു, വിശ്വസിക്കാം. സുഹൃത്തുക്കളെ, ഷാഫിയാണ് വയനാട്. അപ്പോൾ നമ്മളെ തേൻ വിളവെടുപ്പ് ഇന്നത്തെ സൈറ്റ് ഇവിടെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2024 ഏറ്റവും നല്ല ശുദ്ധമായ തേൻ തേടുന്നവർക്ക് വിളിക്കുക. അതാണോ ഈ ക്യാനിലൊക്കെ നല്ല ഒന്നാം നല്ല ശുദ്ധമായ തേനാണ്, അതും ചെറുതേന്. ഓക്കെ, അപ്പം തേൻ തേടുന്നവർക്ക് വിളിക്കാം. ഷാഫി, വയനാട്.